ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 10th പ്രിലിമിനറിയെ കുറിച്ചിട്ടാണ്. മെയിൻസ് പഠിച്ച് തുടങ്ങണോ, സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നൊരു വലിയ എക്സാം ഉണ്ട്. അതിൻ്റെ മെയിൻസ് പഠിച്ച് തുടങ്ങണോ, ലിസ്റ്റിൽ കാണുമോ എന്ന് ഉറപ്പില്ലാതെ പലരും ഇരിക്കുന്നുണ്ടാകും. നിങ്ങളോടാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. കാരണം ഇനി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മെയിൻസിന് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരമായിരിക്കും. കാരണം 3 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ഘട്ടം അവശേഷിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് PSC ഇതിൻ്റെ നോർമലൈസേഷൻ അവർ മനസ്സിലാക്കി ഏതൊക്കെ ഘട്ടങ്ങളിലാണ് പാട്, ഏതാണ് ഈസി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നോർമലൈസേഷനൊക്കെ ഫിക്സ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ഉള്ളവരാണ് മെയിൻ ലിസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും. കാരണം നിങ്ങൾക്കൊരു 50 മേലെ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ഇനി 50-ൽ താഴെയുള്ളവർ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നല്ല. നമ്മൾ നോർമലൈസേഷൻ കഴിയുമ്പോൾ നമ്മുടെ മാർക്കിൽ നിന്ന് ചിലപ്പോൾ മാർക്ക് കൂടാം, ചിലപ്പോൾ മാർക്ക് കുറയാം. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കൂടുമോ കുറയത്തില്ലയോ ഒന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും മെയിൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള അർത്ഥത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുക. മെയിൻസിൽ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ലല്ലോ. നമ്മുടെ GK നമ്മൾ കൂട്ടുക. മെയിൻസ് എന്തായാലും കിട്ടുമെന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം ഇനി അടുത്തതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റൊരു എക്സാമിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ഇനി ആ ലിസ്റ്റ് വന്നിട്ട് പഠിക്കാമെന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് റാങ്ക് പിന്നിലേക്കാക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഒരു പക്ഷേ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടും. മെയിൻ ലിസ്റ്റ് എഴുതാൻ ക്വാളിഫൈ ആകുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം വേസ്റ്റ് ആക്കിയ ടൈം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു 65-ന് മുകളിൽ മാർക്കുള്ള എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ലിസ്റ്റ് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് ആരും ഇരിക്കാതെ ഇരിക്കുക. ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ മെയിൻസ് പ്രിപ്പയർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മെയിൻസ് കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത ഇനിയ എക്സാമുകൾ കിടക്കുകയാണ്. കമ്പനി ബോർഡ് LGS അതുപോലെ ഒട്ടനവധി എക്സാമുകൾ LGS ലെവലുള്ളത് വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം കൃത്യമായും ചിട്ടയോടും കൂടി തുടങ്ങുക. മെയിൻസ് മുന്നിൽ കണ്ട് എല്ലാവരും പഠിക്കുക. അന്നേരം ഇതുവരെ പഠിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അതിനൊരു ഉത്തരം കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.